ധർമ്മടം നിയോജക മണ്ഡലത്തിൽ 2000 സൈനികരെ ഓൾ കേരള ആർട്ടിസൻസ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനത്തിൽ ആദരിക്കും. 26 വൈകിട്ട് 3 മമ്പറത്തെ കണ്ണൂർ കൂത്തുപറമ്പ് ജംഗ്ഷനിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങ് INTUC ദേശീയ സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായ ഡോക്ടർ ജോർജ് ജോസഫ് പ്ലാന്തോട്ടം ഉദ്ഘാടനം ചെയ്യുമെന്ന് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ മമ്പറം ദിവാകരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാതൃരാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കായി സ്വയം മറന്ന് പോരാടി പരിക്കേറ്റവർക്കും കഷ്ടപ്പെടുന്നവർക്കും സാധാരണ നിലയിൽ അർഹമായ ആദരവ് നാട്ടിൽ നിന്നും കിട്ടാറില്ലെന്നും ഈ സാഹചര്യത്തിലാണ് ഇത്തരം മാതൃകാ പരിപാടി നടത്തുന്നതെന്നും മമ്പറം ദിവാകരൻ പറഞ്ഞു. ആദരിക്കൽ ചടങ്ങിൽ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PKM ബഷീർ മുഖ്യപ്രഭാഷണം നടത്തും. മമ്പറം ദിവാകരൻ അധ്യക്ഷത വഹിക്കും. പിണറായി സ്വദേശിനിയായ സിനിമാ നടി ശുഭ തലശ്ശേരി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി സംബന്ധിക്കും. ധർമ്മട ബ്ലോക്കിലെയും മണ്ഡലത്തിലെയും കോൺഗ്രസ് പ്രസിഡന്റുമാരും ആർട്ടിസൻസ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് യൂണിയൻ പ്രവർത്തകരും പങ്കെടുക്കും. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മൗവഞ്ചേരി ദിനേശ് ബാബുവും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കഴിഞ്ഞ ഒരു യോഗത്തിൽ വെച്ച് മമ്പറത്ത് 74 ബാലന്മാരെ ആദരിച്ചപ്പോൾ അന്ന് പ്രഖ്യാപിച്ചതാണ് ജനുവരി 26-നുള്ള ഈ പരിപാടി. ഇനി അടുത്തൊരു പരിപാടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മമ്പറത്തുള്ള കോൺഗ്രസിന്റെ തലമുതിർന്ന മരണപ്പെട്ടുപോയ എല്ലാ നേതാക്കന്മാരെയും അവരെ കുടുംബങ്ങളെയും അതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ആദരിക്കുന്ന ഒരു ചടങ്ങ്. ഈ ചടങ്ങ് ഇപ്പോൾ ജനുവരി 26-ന് നമുക്കറിയാം, റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. ഇന്ത്യക്ക് വേണ്ടി പടപൊരുതിയ ഇന്ത്യ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പടപൊരുതി ഒരുപാട് നമ്മുടെ ധർമ്മട നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകന്മാര്, ധീര സൈനികര് യുദ്ധത്തിലെല്ലാം പങ്കെടുത്ത് അപകടം പറ്റിയവരുണ്ട്, അതുപോലെ കഷ്ടപ്പെട്ടവരുണ്ട്. അവരെയൊന്നും നമ്മൾ സാധാരണ നിലയിൽ വലിയ ആദരിക്കാറില്ല. അത് ആദരിക്കാത്തത് കൊണ്ട് നമ്മൾ ഇത്തവണ ധർമ്മട നിയോജക മണ്ഡലത്തിലെ, ഞാൻ മത്സരിച്ച ഒരു നിയോജക മണ്ഡലമാണ് പിണറായിക്കെതിരെ. ഈ നിയോജക മണ്ഡലത്തിലെ കുറെ കാലമായി 10-60 കൊല്ലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ ധീര സൈനികരെ, കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അതുകൊണ്ട് ഇത്തവണ 2000-ഓളം ആളുകളെ, സർവീസിലുള്ളവരും പെൻഷൻ പറ്റിയവരും രോഗികളായി കിടക്കുന്നവരും അങ്ങനെ അറിയുന്നവരും അറിയപ്പെടാത്തവരായിട്ടുള്ള ഒരുപാട് ധീര ജവാന്മാരുണ്ട്. ആ ധീര ജവാന്മാരെയെല്ലാം ഓൾ കേരള ആർട്ടിസൻസ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ ആദരിക്കുന്നത്. ഈ യോഗത്തില് സ്വാഗതം ശ്രീ മൗവഞ്ചേരി ദിനേശ് ബാബു, കണ്ണൂർ ജില്ലാ പ്രസിഡന്റാണ്, അദ്ദേഹം നിർവഹിക്കും. അധ്യക്ഷൻ വഹിക്കുന്നത് ഞാൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ആദ്യം മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരാമെന്ന് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ അസൗകര്യം കാരണം ഇപ്പൊ കണ്ണൂർ ജില്ലാ INTUCയുടെ പ്രസിഡന്റ് ഡോക്ടർ ജോർജ് ജോസഫ് പ്ലാന്തോട്ടം അദ്ദേഹമാണ് നിർവഹിക്കുന്നത്. അതിലെ മുഖ്യാതിഥിയായി സംസ്ഥാന ഓൾ കേരള ആർട്സ് ആൻഡ് സ്കിൽ വർക്കേഴ്സ് യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PKM ബഷീർ പ്രസംഗിക്കും. പിന്നെ നമ്മുടെ നാട്ടിലെ പിണറായി ഇല്ല ഒരു തലശ്ശേരിക്കാരി, തലശ്ശേരി ഇപ്പൊ താമസിക്കുന്ന ശുഭ എന്ന് പറയുന്ന ഒരു സിനിമാ നടിയുണ്ട്. അതിന് ആദരിക്കാൻ കാരണം എന്താ വെച്ചാൽ, എന്റെ കൂടെ നിർമ്മലഗിരി കോളേജിൽ പഠിച്ച ഒരു കുട്ടിയാണ്. മാത്രമല്ല പിണറായിയിലെ ഒരു അറിയപ്പെടുന്ന ഒരു കുടുംബാംഗമാണ്. ഹിന്ദി കൃഷ്ണൻ മാസ്റ്ററുടെ മകളാണ്. അവര് നിരവധി സിനിമകളിൽ ഇപ്പോൾ അഭിനയിച്ചിട്ടുണ്ട്. സാംസ്കാരിക പ്രവർത്തകയാണ്, KSSPയുടെ പ്രവർത്തകയാണ്. എല്ലാം കൊണ്ടും ഒരു നല്ല കലാകാരിയാണ്. അവരെ നമ്മുടെ നാട്ടുകാരി എന്ന നിലയിൽ നമ്മൾ സ്റ്റേജിൽ വെച്ച് അവരെയും കൂടി ആദരിക്കുന്നുണ്ട്. അപ്പം ഈ പരിപാടിയിൽ നമ്മുടെ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ 2 ബ്ലോക്ക് പ്രസിഡന്റുമാര്, ധർമ്മടം ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ജയരാജനും അതുപോലെ ചക്രക്കല്ല് ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ മാസ്റ്ററും അതുപോലെ 8 മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരും ഈ ചടങ്ങിൽ സംബന്ധിക്കും.